ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്നെങ്ങനെ ഒരു ബീഫ് ബിരിയാണി റെഡിയാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 3 പച്ചമുളകും 5 അല്ലി വെളുത്തുള്ളിയുമാണ് ഇത് നല്ലതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രഷ് ചെയ്തെടുക്കുക. അതിനുശേഷം 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ തന്നെ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. അതിനുശേഷം അതിലേക്ക് ഗരം മസാലയാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളിക്ക ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാനീര്, പിന്നെ ഒരു 1/4 കപ്പ് കട്ടത്തൈര്, അത് പുളി കുറവുള്ള തൈര് നോക്കിയെടുക്കുക. അതിന് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് ഒരു മണിക്കൂറല്ല 2 മണിക്കൂർ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ സമയത്ത് ബീഫിൽ നിന്ന് നല്ലതുപോലെ വെള്ളം വരും. ഇനിയിപ്പം നമുക്ക് ഇത് നമ്മുടെ അടുപ്പിൽ വെച്ച് 1 മണിക്കൂറിന് ശേഷം ഫസ്റ്റ് ഒരു വിസിൽ വരുന്നോടം വരെ ഫുൾ ഫ്ലെയിമിലും, അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് 3 or 4 വിസിൽ, നമുക്ക് എന്തേരം വേവ് വേണോ അതനുസരിച്ച് നമുക്ക് വിസിലടുപ്പ്. നമ്മുടെ ബീഫ് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനാവശ്യമായ ചേരുവകൾ റെഡിയാക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം മല്ലിയിലയും പുതിനയിലയും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനിയിപ്പം ഞാനിവിടെ ഒരു 4 സവോളയാണ് എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസിലുള്ള 4 സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരി വേവിക്കാൻ വെക്കുന്ന പാത്രത്തിലേക്ക് തന്നെ ഒരു 4 ടീസ്പൂൺ നെയ്യ്, അതുപോലെ തന്നെ 4 ടീസ്പൂൺ കുക്കിംഗ് ഓയിലും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലതുപോലെ ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് വഴറ്റാനുള്ള സവോള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നമ്മുടെ സവോള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ടു വരുന്നത് വരെ നമുക്കത് ഫുൾ ഫ്ലെയിമിൽ ഇതിടാം. ഏകദേശം ഈ ഒരു പരുവത്തിന് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഇത് നല്ലതുപോലെ ഫ്രൈ ചെയ്യാം. ഇപ്പം നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിതിലേക്ക് നിന്ന് മാറ്റാം. ഇനി നമുക്ക് നമ്മുടെ ഗ്യാസ് ഓൺ ചെയ്ത് ഇതൊന്ന് ചൂടാക്കാം. അതിനുശേഷം ആ നെയ്യും എണ്ണയിലേക്ക് തന്നെ ഒരു 4 ഏലക്കായും കുറച്ച് ഗ്രാമ്പും ഒരു ഇഞ്ച് നീളമുള്ള ഒരു കറുവാപ്പട്ടയും ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊന്ന് ഇതായിട്ട് വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് ഒരു 3 ഗ്ലാസ് വെള്ളം, അതായത് ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം, അതാണ് കറക്റ്റ് പാകം. അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ അരി വേകാൻ ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവോളയിൽ നിന്ന് കുറച്ചും, പിന്നെ ഒരു സ്പൂൺ നാരങ്ങാനീരും കൂടെ ഒഴിച്ച് നല്ലതുപോലെ നമ്മുടെ വെള്ളം തിളച്ച് വരണം. അപ്പോഴത്തേനും നമ്മൾ കഴുകി നല്ലതുപോലെ വെള്ളമെല്ലാം കളഞ്ഞ് ഊറ്റി വെച്ചിരിക്കുന്ന അരി, നമ്മൾ ഏത് ബിരിയാണി അരിയാണ് എടുക്കുന്നത് നമുക്ക് ആ അരി അതിലേക്കിടാം. അതിട്ട് നല്ലതുപോലെ ഇതുപോലെ തിളച്ച് വരുമ്പോഴത്തേനും നല്ലതുപോലെ നമ്മൾ മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് നമ്മുടെ അരി വേവിച്ചെടുക്കുക. നമ്മുടെ അരി വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ബീഫ് ഒന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നല്ല ഉടഞ്ഞ് നല്ല കറക്റ്റ് പാകമാണ്. അപ്പം നമുക്ക് ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നമുക്ക് ഈ സമയം കൊണ്ട് നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് റൈസ് ഒന്ന് നോക്കാം. ഇപ്പം വെള്ളമൊന്നുമില്ല, വെള്ളമെല്ലാം പറ്റി കറക്റ്റ് പാകത്തിന് നമ്മുടെ അരി വെന്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് നമ്മുടെ ബീഫ് റെഡിയാക്കിയെടുക്കാം. നമ്മുടെ ബീഫ് ഇപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവോളയിൽ കുറച്ച് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ബീഫ് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത സവോളയും കൂടെ നല്ലതുപോലെ ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്നും കൂടെ ഇളക്കി തിളപ്പിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല കൊഴുത്ത ഗ്രേവിയൊക്കെ ആയിട്ട് വരും. ഇനിയിപ്പം നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബീഫ് തിളച്ച് വന്ന ഇത് നമുക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ മല്ലിയിലയും പുതിനയിലയും ഇടുക. ഇതിൻ്റെ ടേസ്റ്റ് ഫ്ലേവറൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളവരാണ് നമുക്ക് കൂടുതലിടാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ബിരിയാണി
ദം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റൈസ് നമുക്കിതിൻ്റെ മുകളിലേക്ക് നിരത്തി ഇട്ട് കൊടുക്കുക. ഒരിക്കലും പ്രസ് ചെയ്ത് വെക്കരുത് ബിരിയാണിക്ക്. നമ്മൾ ജസ്റ്റ് നിരത്തി ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ 1/4 ഭാഗത്തോളം റൈസും നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇതുപോലെ നിരത്തിയിട്ട് കൊടുത്ത് കഴിഞ്ഞ് നല്ലതുപോലെ വട്ടത്തിൽ നല്ല ഇതിൽ നമ്മൾ ഇത് ചെയ്യുക. അതിനുശേഷം നമ്മൾ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവോളയും നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മല്ലിയിലയും നല്ലതുപോലെ അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അടുത്ത ലെയർ ബാക്കിയിരിക്കുന്ന റൈസ് അടുത്തൊരു ലെയറായിട്ട് മുകളിലേക്ക് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്യുക. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരിക്കലും നമ്മളത് പ്രസ് ചെയ്യരുത് അരി നമ്മൾ റൈസ് ഇടുമ്പോഴത്തേനും. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വീണ്ടും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവോളയും നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും കൂടെ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം നമ്മൾ നമ്മുടെ കുക്കറിൻ്റെ വിസിൽ മാറ്റി നല്ലതുപോലെ അടച്ച് അതിനുശേഷം നമ്മുടെ ഗ്യാസിൻ്റെ നടുക്കത്തെ ബർണറിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 10 to 15 മിനിറ്റ്സ് നമുക്ക് ദമ്മ് ചെയ്യാൻ വയ്ക്കാം. ദമ്മ് ചെയ്ത് 15 മിനിറ്റ്സ് കഴിഞ്ഞ് അതിൻ്റെ എയറൊക്കെ ഒന്ന് ഇതായി കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നല്ല പപ്പടത്തിനോടും അച്ചാറിനോടും സലാഡിനോടുമൊപ്പം സെർവ് ചെയ്യാം.